നിലാവു തെളിഞ്ഞു നിന്ന നിശബ്ദത എങ്ങും തളം കെട്ടി നിന്ന ഒരു രാത്രിയിൽ ഒരു ഗ്രാമത്തിലെ ജീവനുള്ള മനുഷ്യരും മൃഗങ്ങളുമടക്കം സർവരും അപ്രത്യക്ഷമാകുന്നു. ഭൂമിയിൽ ഒരിടത്തും പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല. ഒരു ഗ്രാമത്തിലെ മുഴുവൻ പേരും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ പോയി മറിഞ്ഞത് എങ്ങോട്ടാണെന്ന് ഇന്നും 200 വർഷങ്ങൾക്ക് ഇപ്പുറവും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. കുൽധാര, രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ പ്രേതഗ്രാമം. സന്ധ്യ കഴിഞ്ഞാൽ ആ ഗ്രാമത്തിന്റെ അതിരുകൾക്കടുത്ത് പോലും ചെല്ലാൻ ഭയപ്പെടുന്ന അയൽ ഗ്രാമക്കാർ. ആ ഗ്രാമങ്ങളിൽ തലമുറകളായി കേട്ടുവരുന്ന കുൽധാരയുടെ കഥകൾ പലതാണ്. അന്യഗ്രഹ ജീവികളുടെ പ്രസൻസ് മുതൽ ടൈം മെഷീന്റെ കണ്ടുപിടുത്തം വരെ. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന, തെളിവുകൾ ലഭിച്ചിട്ടുള്ള കഥ മറ്റൊന്നാണ്. ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു ഗ്രാമത്തിന്റെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതായ കഥ. തങ്ങളുടെ ജീവനേക്കാൾ വില സ്വന്തം മാനത്തിന് കൽപ്പിച്ച ധീരരായ പാലി ബ്രാഹ്മണരുടെ കഥ. ജയ്സാൽമീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുൽധാരയിലെത്താം. വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമുള്ള മരുഭൂമിയിലെ ഹൈവേയിലൂടെ സഞ്ചരിച്ച് സാധാ റോഡിലേക്ക് എത്തുമ്പോൾ ഒരു മൂകത നമ്മെ പൊതിയും. ഗ്രാമത്തിന്റെ കവാടത്തിൽ കാവൽക്കാരൻ ഇരിപ്പുണ്ടാകും. എൻട്രി ഫീസ് വാങ്ങി അകത്തു വിടുമ്പോൾ കാവൽക്കാരൻ പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കും, സന്ധ്യയ്ക്ക് മുൻപ് ഗ്രാമത്തിന് പുറത്തു കിടക്കണം. ഗ്രാമത്തോടെടുക്കുമ്പോൾ കെട്ടിടങ്ങളുടെ രൂപകൽപ്പന ആരെയും അത്ഭുതപ്പെടുത്തും. മനോഹരമായ യെല്ലോ സ്റ്റോണിൽ എഞ്ചിനീയറിംഗ് നിർമ്മിതികളുടെ സൗന്ദര്യം. 200 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബുദ്ധപൂർണിമ രാവിൽ എന്താണ് ആ ഗ്രാമത്തിൽ സംഭവിച്ചത്? അതറിയാനായി നമുക്ക് കുൽധാരയുടെ ചരിത്രത്തിലേക്കൊന്ന് നോക്കാം. കുൽധാരയിലും ചുറ്റുമുള്ള 85 ഗ്രാമങ്ങളിലും ബ്രാഹ്മണരായിരുന്നു വസിച്ചിരുന്നത്. പാലിയിൽ നിന്നും വന്നവരായതുകൊണ്ട് അവർ പാലിവാല ബ്രാഹ്മണർ എന്നറിയപ്പെട്ടു. ഗ്രാമത്തിലെ അമ്പലത്തിൽ പൂജകൾ നടത്തിയും നാട്ടുകൂട്ടത്തറയിൽ ആഘോഷങ്ങൾ നടത്തിയും സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനിടയിലാണ് അവരുടെ ജീവിതങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കിയ ആ സംഭവം നടന്നു. അന്നുകാലത്ത് ജയ്സാൽമീർ ദിവാനായിരുന്ന സലീം സിംഗ് തന്റെ അധികാര പരിധിയിൽപ്പെടുന്ന കുൽധാര ഗ്രാമം സന്ദർശിക്കുന്നു. അവിടെ വെച്ച് കുൽധാര ഗ്രാമമുഖ്യന്റെ 16 വയസ്സുകാരിയായ മകൾ ദിവാന്റെ കണ്ണിൽപ്പെടുന്നു. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന സലീം സിംഗ് അവളെ തനിക്ക് വിട്ടു നൽകാൻ തന്റെ ദൂതന്മാർ വഴി കുൽധാര ഗ്രാമമുഖ്യന് സന്ദേശമയക്കുന്നു. എന്നാൽ 50 വയസ്സുകാരനും 5 ഭാര്യമാരുള്ളവനുമായ സലീം സിംഗിനെ പോലൊരുത്തന് മകളെ കൊടുക്കുന്നതിലും ഭേദം മരണമാണെന്ന് ഗ്രാമമുഖ്യൻ പറയുന്നു. സലീം സിംഗിനെ പറഞ്ഞു മനസ്സുമാറ്റിക്കാൻ ഗ്രാമപ്രമുഖരുടെ ഒരു സംഘം ദിവാന്റെ സദസ്സിലെത്തിയെങ്കിലും ദിവാൻ അവരെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. വരുന്ന ബുദ്ധപൂർണിമയ്ക്ക് മുൻപ് ഗ്രാമമുഖ്യന്റെ മകളെ സദസ്സിലെത്തിച്ചില്ലെങ്കിൽ ഗ്രാമത്തെ ഒന്നടക്കം ഇല്ലാതാക്കുമെന്ന് ദിവാൻ ഭീഷണി മുഴക്കുന്നു. നിരാശരായ അവർ കുൽധാരയിൽ തിരിച്ചെത്തുന്നു. അവർക്ക് മുന്നിൽ പിന്നീട് 2 വഴികളെ ശേഷിച്ചിരുന്നുള്ളൂ. ഒന്നുകിൽ പെൺകുട്ടിയെ ദിവാൻ സലീം സിംഗിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ദിവാന്റെ സൈന്യത്തെ പ്രതിരോധിക്കുക. എന്നാൽ ഇവ രണ്ടും അസാധ്യമായിരുന്നു. ഒടുവിൽ തങ്ങളുടെ ഗ്രാമമുഖ്യന്റെ മകളുടെ മാനം രക്ഷിക്കുന്നതിനു വേണ്ടി സ്വന്തം വീടും ഗ്രാമവും എല്ലാം ഉപേക്ഷിച്ച് അവർ ആ ബുദ്ധപൂർണിമ രാത്രിയിൽ എങ്ങോട്ടോ പോയി മറയുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ്. ഇത്രയും ജനങ്ങളുടെ ഒരു കൂട്ടം ഒറ്റ രാത്രി കൊണ്ട് കണ്ണെത്താത്ത മരുഭൂമി തരണം ചെയ്ത് ദിവാന്റെ സൈന്യത്തിന്റെ കണ്ണിൽപ്പെടാതെ എവിടെ പോയി മറഞ്ഞു? പിന്നീട് അവരിൽ ഒരാളെക്കുറിച്ച് പോലും ഒരു സൂചനയും ലഭിക്കാത്തത് എന്തുകൊണ്ട്? പാലിവാല ബ്രാഹ്മണർ അവിടം വിടുമ്പോൾ ഗ്രാമത്തെ ശപിച്ചുവെന്നും ബ്രാഹ്മണശാപം ഏറ്റ പ്രദേശം ആപത്ത് നിറഞ്ഞതാണെന്നും പരിസരവാസികൾ പറയുന്നു. സന്ധ്യ കഴിഞ്ഞ് അവിടെ പോയാൽ പോകുന്ന ആൾക്കോ അയാളുടെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിനോ മരണം സംഭവിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് പല ഉദാഹരണങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നു. 2011 പ്രശസ്ത പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ഗൗരവ് തിവാരിയും സംഘവും കുൽധാരയിലെ രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കാനായി അവിടെ എത്തിയെങ്കിലും അന്ന് രാത്രി അവർക്ക് നേരിടേണ്ടി വന്നത് ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കുൽധാരയോടടുക്കും തോറും കാറ്റുപോലും നിശബ്ദമാകുന്നു. ഗ്രാമമുഖ്യന്റെ വീട്ടിനുള്ളിലേക്ക് കിടക്കുമ്പോൾ നിശബ്ദതയുടെ പേടിപ്പെടുത്തുന്ന തണുപ്പ് ഉള്ളിലേക്ക് അരിച്ചെത്തും. ഒരിക്കൽ പൊട്ടിച്ചിരികളും സന്തോഷവും നിറഞ്ഞു നിന്നിരുന്ന വിശാലമായ അകത്തളങ്ങളിൽ കാതോർത്താൽ നെടുവീർപ്പുകൾ ഉയരുന്നതായി നമുക്ക് തോന്നും. വീടിനുള്ളിലെ നിലവറയിൽ നിന്നും നരിച്ചീരുകളുടെ കുറുകൾ കേൾക്കും. കുറച്ചധികം നേരം അവിടെ ചിലവഴിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ഏതോ ഒരു നെഗറ്റീവ് എനർജി വന്ന് നിറയുന്നത് പോലെയും വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നത് പോലെയും നമുക്ക് തോന്നും. കുൽധാരയെക്കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടോ അതോ ചരിത്രത്തിന്റെ അവശേഷിപ്പുകളുടെ സാന്നിധ്യമോ നമ്മളുടെ ഉള്ളിൽ വിഷാദത്തിന്റെ ഒരു അലയടിക്കും. ഒരു രാത്രി കൊണ്ട് അവർ എവിടേക്കാണ് പ്രത്യക്ഷരായിട്ടുണ്ടാവുക? ആ രഹസ്യം അറിയാവുന്ന ഒരാളെങ്കിലും ഇന്ന് ഈ ഭൂമുഖത്തുണ്ടാകുമോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.